നമസ്കാരം. എൻ്റെ പേര് സ്മിത തോമസ്, കൺസൾട്ടൻറ്റ് ഒപ്റ്റോമെട്രിസ്റ്റ്, ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. നിങ്ങൾ ആദ്യമായി ഒരു കണ്ണട എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പല സംശയമുണ്ടാവും. ഏത് ഫ്രെയിമാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്? ഓരോ ഫേസിനനുസരിച്ച് കണ്ണടയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ഏതാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഓരോരുത്തരുടെ ഫേസ് വ്യത്യസ്തമുണ്ട്. ചിലരുടേത് ഓവൽ ഷേപ്പ് ഫ്രെയിംസ് ആയിരിക്കും, ചിലർക്ക് റൗണ്ട് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഓരോ ഫേസിനനുസരിച്ചാണ് ഓരോ ഫ്രെയിംസ് വരുന്നത്. ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഏതൊക്കെ ഫ്രെയിംസിന് അനുയോജ്യമായ പിക്ചർ കാണിച്ചു തരാം നിങ്ങൾക്ക്. അടുത്തതായി നമ്മൾ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഫ്രെയിംസിൽ മെറ്റലിൻ്റെ ഫ്രെയിംസും വരുന്നുണ്ട്, സുപ്രാഷെല്ല, അങ്ങനെ ഓരോ ഫ്രെയിംസും വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ചിലർക്ക് ഇവിടെ നോസ് പാഡ് വെക്കുന്ന സമയത്ത്, അതായത് ആ മൂക്കിൻ്റെ അവിടെ ഒരു നോസ് പാഡ് ഉണ്ടാവും. അത് വെക്കുമ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാവും. പിന്നെ ചിലർക്ക് മെറ്റൽ ഫ്രെയിംസ് വെക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ആ ഒരു റൗണ്ട് കവറിങ്ങിൽ വരുന്നതാകുമ്പോൾ ചിലർക്ക് അത് ബുദ്ധിമുട്ട് വരാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ യോജിച്ചത്, ഒരു മെറ്റീരിയൽ ഇപ്പം ചിലർക്ക് അലർജിക് സ്കിൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവരോട് പറയുക നിങ്ങളുടെ സ്കിൻ അലർജിക്കാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്രെയിം സെലക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ അധികം വേർപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ, കൂടുതൽ സ്വെറ്റ് ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മെറ്റൽ ഫ്രെയിംസ് സെലക്ട് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ മെറ്റൽ ഫ്രെയിംസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫ്രെയിം തുരുമ്പടിക്കാനുള്ള സാധ്യത, അതായത് ഫ്രെയിംസിന് ഇവിടെ ക്ലാമ്പിലൊക്കെ ഒരു വേർപ്പ് കണ്ടൻറ്റ് ചെന്നിട്ട് തുരുമ്പടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമതായിട്ട് നിങ്ങൾ ഫ്രെയിം എപ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രിസ്ക്രിപ്ഷനും കൂടെ നോക്കുക. ഓരോ പവറിനനുസരിച്ച് ചില സമയത്ത് നമുക്ക് ചില പ്രിസ്ക്രിപ്ഷന്, ഇപ്പം വെള്ളെഴുത്തിന് ഉപയോഗിക്കുന്ന കണ്ണടയാണെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ വട്ടമുള്ള ലെൻസാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ നിങ്ങൾ അടിയിൽ വലിയ ഫ്രെയിമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വായിക്കേണ്ടത് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ആ ഒരു വലുപ്പം കൂടുന്നതിനനുസരിച്ച് ഗ്ലാസ് നമ്മുടെ മൂക്കിന് താഴ്ഭാഗത്തേക്ക് വരുന്നതനുസരിച്ച് ആ ഒരു വായിക്കാൻ ബുദ്ധിമുട്ട് കൂടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഓരോ ഓഫീസ് വർക്കാണ് ചെയ്യുന്നവർക്ക് അവർ സെലക്ട് ചെയ്യുന്ന ഫ്രെയിം ആയിരിക്കില്ല വേറൊരു സാധാരണ ജോലിക്കാർ. ഓരോരുത്തരും അവരുടെ ജീവിതത്തിനനുസരിച്ച്, ജോലിക്കനുസരിച്ച് ഫ്രെയിം സെലക്ട് ചെയ്യേണ്ടതാണ്. നമ്മളെപ്പോഴും ഫ്രെയിം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഫ്രെയിമിൻ്റെ വലുപ്പം, അതായത് ഈ ഒരു ഭാഗം നമ്മൾ എപ്പോഴും ഉള്ളിലേക്ക് ആവാൻ പാടില്ല. ഇവിടെ കറക്റ്റ് സൈസ് ഇങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് ഈ ഒരു ഇത് ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രെയിം ഉള്ളിലേക്കായി പോവുകയും നമുക്ക് കാണാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ അധികം വലിപ്പം കൂടുതലാവാനും പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയുള്ള ഒരു എക്സ്പെർട്ടിനോട് ചോദിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.